ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ എന്തൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്കിപ്പോൾ നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, യെസ്, മാസ്റ്റർ കാർഡ് തന്നെ വ്യക്തമാക്കുന്നത് സെക്കൻഡ് ചക്രയുടെ എനർജിയാണ് കാണിക്കുന്നത്. ആൻഡ് യെസ്, ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അതാണ്. ആ വ്യക്തിയിൽ ശക്തമായ തന്നെ അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് യെസ്, ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടാവുകയാണ്. കാരണം അവരുടെ തന്നെ തെറ്റുകൾ അവർ സ്വയം തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അവർക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളോട് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പോയി, അവരായിട്ട് തന്നെ കുറേയധികം മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സോ സെപ്പറേഷനോ ഉണ്ടായിട്ടുള്ളത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രഷ്യസ്നെസ് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫിലെന്നല്ല, അവരുടെ സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അവരായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മാറ്റങ്ങളോട് കൂടിയൊരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇനി അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫിനെ ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഓക്കെ, ആൻഡ് അവർ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സങ്ങൾ ഏറെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ മുന്നിൽ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് ഈ ഒരു സമയത്ത് വന്നതിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മിറാക്കിൾസ് തന്നെ സംഭവിക്കും എന്നുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയും നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യാൻ പോകുന്നൊരു സമയമാണ്. അതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ, ഏഞ്ചൽ നമ്പേഴ്സ് എസ്പെഷ്യലി 11 ആയിട്ടോ 111 ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ വ്യക്തി നിങ്ങളും ഇപ്പോൾ ആ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഒരു ഹയർ എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കെല്ലാം തന്നെ കാരണം ഇപ്പോൾ നിങ്ങളാണെന്നുള്ള ചിന്തയാണ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നത്. ആൻഡ് അവർക്ക് എന്താണ് ഒരു ഹീലിങ്ങിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ടായിരുന്നപ്പോൾ അവർ തന്നെ സ്വയം കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഈ സ്പിരിച്വൽ പാത്ത് എന്നുള്ളത്. ആ ഒരു പാത്തിലൂടെ അവർക്ക് ഒരുപാട് ഹീലിംഗ് ഉണ്ടായി, അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി, അവരെ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ചു, നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. ആൻഡ് യെസ് ഡെഫിനറ്റ്ലി റിപ്പീറ്റായിട്ട് ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വരുമ്പോൾ ഈ വ്യക്തി ഈ ഒരു മാറ്റം സംഭവിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നതാണ്. അതൊരു സ്പിരിച്വൽ പാത്തിലൂടെയാണ് ആ വ്യക്തിക്ക് ആ മാറ്റങ്ങൾ സംഭവിച്ചത്. മാറ്റമെന്ന് പറയാൻ പറ്റില്ല, മിറാക്കിൾസ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വ്യക്തി കൺവേർട്ടായിട്ടാണ് നിങ്ങളുടെ അരികിൽ വരുന്നത്. അവർ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ കുറേയധികം സ്ട്രഗിൾസ് ഉണ്ട് എങ്കിൽ പോലും അവർ കുറച്ച് സന്തോഷിക്കുന്നുണ്ട്. കാര്യം നിങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായ നിമിഷങ്ങൾ ഓർക്കുമ്പോഴൊക്കെ അവർക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം അതുകൊണ്ട് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. ആൻഡ് അവർ
ഈ റിലേഷൻഷിപ്പും ബാക്ക് ടു നോർമൽ ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ടുള്ള മെസ്സേജാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് യെസ്, അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് മടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ പോലും ഈ വ്യക്തിക്ക് മടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ സാധ്യതകളാണ് കാണുന്നത്. അവർ നിങ്ങൾക്കുള്ള പ്രണയം ഒരിക്കലും മറ്റൊരാളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളോട് പോലും അവർ പലതും ഹൈഡ് ചെയ്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അവരുടെ മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒരു റിഗ്രറ്റ് ഈ വ്യക്തിക്ക് ഫീൽ ആവുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അവരെന്ത് സാഹചര്യത്തോടും ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യമാണെങ്കിൽ പോലും അവരതിനോട് പൊരുത്തപ്പെട്ട് പോകാനും തയ്യാറാണെന്നുള്ളതാണ് അവർ പറയുന്നത്. ആൻഡ് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അത് സോൾവ് ആയിട്ട് ഉണ്ടെന്ന് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളും ആ വ്യക്തി ആരംഭിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്തുന്ന രീതിയിൽ ചില വ്യക്തികൾ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട്. മേ ബി അവരുടെ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സോ ഫ്രണ്ട്സോ ആയിരിക്കാം. ആരൊക്കെയോ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി ആയിട്ട് ചില വ്യക്തികളെ കാണുന്നുണ്ട്. ആ വ്യക്തികളെ കുറിച്ചൊന്നും ഇപ്പോൾ അവർ കെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ അവരുടെ വാക്കുകളൊന്നും അവർ കെയർ ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എനർജി ഇവിടെ ഡ്രെയിൻ ആയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു നിമിഷം മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും. ഈ നിമിഷം നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ ആകും, സക്സസ് ആവുമെന്നും കാണുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ഓപ്പണോ എന്നുള്ള ഒരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേർക്കും അത് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു എന്നുള്ളതാണ് ആ ഒരു മന്ത്രം. നിങ്ങളത് പറയാനായിട്ട് ശ്രമിക്കുക. വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നൊരു അഫർമേഷനാണത്. ആൻഡ് യെസ്, എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയും ആഴത്തിലുള്ളൊരു സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോഴുണ്ട്. സീക്രട്ടായിട്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത സമയത്ത് പോലും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. സീക്രട്ടായിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കലി നിങ്ങളെ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.